നമസ്കാരം. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച CPM ജനങ്ങൾക്ക് വേണ്ടിയല്ല ഭരിച്ചത് എന്നും പണച്ചാക്കുകൾക്ക് വേണ്ടിയിട്ട്, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം കുടുംബത്തിന് വേണ്ടിയാണ് ഭരിച്ചതെന്നും ഏറ്റവും വലിയ ഒരു ഉദാഹരണത്തിലൂടെ തെളിയാണ് ഈ മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കൽ വിവാദം. ഇപ്പൊ നടക്കുന്ന CPM കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിവാദത്തിൽ തെളിയാം. അതായത് കേരളത്തിലെ ഉള്ളൂ CPM എന്ന് പറയുന്നത്. ഈ CPMനെ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഈ സർക്കാരിനെ മടുത്തു ജനം. കാര്യം ഇവരെ കൊണ്ട് കഴിയില്ല, ഇവർ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, എന്റെ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു, പാലങ്ങൾ, റോഡുകൾ, കെട്ടിടങ്ങൾ. അതിൽ കെട്ടിടങ്ങളുടെ കഥ ഇപ്പൊ തുടങ്ങിയ ഒരറ്റത്ത് തന്നെ. ഇനി റോഡുകളുടെ അവസ്ഥ വരാൻ പോകുന്നതേ ഉള്ളൂ, പാലങ്ങളുടെ അവസ്ഥ പറയാനും വയ്യ. വരാതിരിക്കട്ടെ എന്ന് ആശിക്കുകയാണ്. കാരണം അത്രത്തോളം വികസനം നടന്നല്ലോ എന്ന് ആശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതൊക്കെ കമ്മീഷൻ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെയർ റെയിലിന്റെ കുറ്റി കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഈ പാർട്ടിക്കാർക്കും പിണറായി അടക്കമുള്ള മുഴുവൻ ആൾക്കാർക്കും കമ്മീഷൻ കിട്ടിക്കാണും. അതുകൊണ്ടാണ് അവരത് ഉപേക്ഷിച്ചത്. നമുക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ ആ പദ്ധതി നടക്കൂല എന്ന് ഉറപ്പിച്ചതാണ്. എന്നിട്ട് എന്തേ ആ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിൻവലിച്ചുകൊണ്ട് ആ കുറ്റി പതിച്ചിട്ടുള്ള കുറെ സാധുക്കൾ ഉണ്ടായിരുന്നല്ലോ. കുറെ സ്ഥലം വിൽക്കാനോ പെമ്മക്കളെ കെട്ടിച്ചയക്കാനോ വിദ്യാഭ്യാസ ലോൺ എടുക്കാനോ ഒരു നിവൃത്തിയും ഇല്ലാതിരുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. അവർക്കൊരു ആശ്വാസമായിരുന്നല്ലോ. എന്തേ പിണറായി സർക്കാർ അത് ചെയ്തില്ല? അപ്പോ ജനങ്ങളെ കുരുക്കിലേക്ക് കൊണ്ടിടാൻ, പാവപ്പെട്ട ജനങ്ങളെ കുരുക്കിലേക്ക് കൊണ്ടിടാൻ, ഇനി കുരുക്കിൽ കിടക്കുന്ന ജനങ്ങളാണെങ്കിൽ അവരെ കൂടുതൽ കുരുക്കാനല്ലാതെ കുരുക്കഴിക്കാൻ വേണ്ടിയിട്ട് അവർ നിൽക്കൂല. ഇപ്പോ മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കൽ നടക്കുന്ന ഈ സമയത്ത് സുപ്രീം കോടതിന്റെ ഉത്തരവാണ്, നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടുള്ള കനത്ത പരാജയം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കേസുകൾ, പാവപ്പെട്ടവരുടെ കേസുകൾ കൈകാര്യം ചെയ്യാത്തത് തന്നെയാണ്. ഒരു രാഷ്ട്രീയ തിരിച്ചടി മാത്രമല്ലത്, ജനങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു തിരിച്ചടി തന്നെയാണ്. സ്വന്തം പാർട്ടി മണ്ഡലത്തിലെ ജനങ്ങൾ പോലും മാറ്റി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പാർട്ടി നേതാക്കന്മാർ പോലും മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, സ്വന്തം പാർട്ടി അണികളെ കൊലയ്ക്ക് കൊടുത്തിട്ട് അതിനുവേണ്ടി പിരിക്കുന്ന പണം പോലും, അവരെ സഹായിക്കാൻ വേണ്ടി പിരിക്കുന്ന പണം പോലും പുട്ടടിക്കുന്നത് കണ്ട് സഹിക്കാൻ വയ്യാത്ത പലരും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, അതൊക്കെ ഈ പാർട്ടിന്റെ നേതാക്കളുടെയും പാർട്ടിയുടെ ക്ഷീണമാണ്. പാർട്ടിയെയും ഭരണകൂടത്തെയും അന്ധമായിട്ട് വിശ്വസിച്ചിരുന്ന സാധാരണക്കാരായിട്ടുള്ള വലിയ ജനവിഭാഗങ്ങളുണ്ട്. ആ ജനവിഭാഗങ്ങൾ ഒന്നടങ്കം പാർട്ടിയെ CPMനെ കൈയൊഴിഞ്ഞതിന്റെ ഫലമാണ്, കൃത്യമായ പ്രതിഫലനമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM അടപടലം പെട്ട് പൂട്ടി വീട്ടിലിരുന്നത്. നോക്കൂ, ഒരു വേള 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ള പിണറായി വിജയൻ പോലും 5-6 റൗണ്ടുകളിൽ തോറ്റു നിൽക്കുകയായിരുന്നു. എന്തൊരു ഒരു ചരിത്രമായിരുന്നു അത്. തോറ്റുപോകുന്നൊരു ആകാംക്ഷയായിരുന്നു. തോൽക്കുമെന്ന് ഏകദേശം ഉറപ്പിച്ചതാണ്. ഭരിച്ചിരുന്ന 5 വർഷം കേരളത്തെ ഭരിച്ചിരുന്ന മന്ത്രിമാരിൽ 13 തോറ്റു. ആ മന്ത്രിമാർ അത്ര തോക്കണമെന്നുണ്ടെങ്കിൽ അവരെ എത്ര കണ്ട് കേരളത്തിലെ ജനം വെറുത്തിരുന്നു, എങ്ങനെയാണ് അവർ കേരളത്തിലെ ജനങ്ങളെ കണ്ടിരുന്നത്, അവർ കൈകാര്യം ചെയ്ത വകുപ്പുകൾ ഏതൊക്കെയായിരുന്നു എന്ന് നോക്കിയാൽ മതി. ഇത്തരത്തിലൊരു വലിയ പരാജയം ഉണ്ടായിട്ടും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മുഴുവൻ അത് ഇറങ്ങിപ്പോയിട്ടും പാർട്ടി ഇനി ഇല്ല, ഇനി ഒരു രക്ഷയുമില്ല എന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് കൂടി ആ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനോ ജനവിരുദ്ധമായിട്ടുള്ള സമീപനം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തിരുത്താനോ ഇതുവരെ CPM തയ്യാറായിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് മലയിടം തുരുത്തിൽ ഇന്നലെയും ഇന്നൊക്കെയായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നം എന്ന് പറയുന്നത്. നോക്കൂ, പാവപ്പെട്ടവരെന്ന സംരക്ഷകരെന്നൊരു ഭാവമാണ് CPMനെ സംബന്ധിച്ചിടത്തോളം. അതങ്ങനെ ഒരു നാടക നടനം പോലെ നടിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് അവരെ പെരുവഴിയിലാക്കുന്ന നിലപാടും നടപടികളും CPMന്റെ തനിനിറമാണ് ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏത് സാധുവിനും ഏത് പൊട്ടക്കണനും ഏത് പൊട്ടനും അറിയാം സുപ്രീം കോടതി വിധി നടപ്പിലാക്കേണ്ടി വരുമെന്ന്. അതെല്ലാവർക്കും അറിയാലോ. മുൻ MLA ആയിരുന്ന PV ശ്രീനിജനോ അല്ലെങ്കിൽ പിണറായി വിജയനോ മറ്റുള്ളവർക്കും അറിയാത്ത കേടാണോ? CPMനോ നേതാക്കന്മാർക്കും അറിയാത്ത കേടാണോ? എല്ലാവർക്കും അറിയാം. ആ കോടതി ഉത്തരവ് ഇന്നല്ലെങ്കിൽ നാളെ നടപ്പിലാക്കേണ്ടി വരും എന്ന്. അങ്ങനെ വ്യക്തമായി നേതാക്കൾക്ക് അറിയാമായിരുന്നുണ്ടെങ്കിൽ പുതിയ സർക്കാർ അധികാരമേറ്റിട്ട് VD സതീശനായിക്കോട്ടെ, ഇനി രമേശ് ചെന്നിത്തലയായിക്കോട്ടെ, KC വേണുഗോപാൽ ആയിക്കോട്ടെ, ആരെങ്കിലും അധികാരമേറ്റ ശേഷം നമുക്ക് പണി തുടങ്ങാം എന്ന് കരുതി കാത്തു വെക്കുമായിരുന്നോ? ഒരു ശാശ്വതമായ ഒരു പരിഹാരം കാണാനല്ലേ അവർ ശ്രമിക്കുമായിരുന്നുള്ളൂ. ഇത്തരത്തിൽ ഒരു ജീർണാവസ്ഥയിലേക്ക് പ്രശ്നങ്ങൾ എത്തിച്ച് അതിനെ ഇങ്ങനെ നിർത്തി അധികാര കസേരകൾ ഇരുന്നവര് അങ്ങനെ വീണ്ടും ഇരിക്കാൻ വേണ്ടി ഒരു ചരക്കാക്കി അതിനെ മാറ്റി വെക്കുമായിരുന്നോ? പരിഹരിക്കുമായിരുന്നല്ലോ. 10 വർഷം ഇവിടെ ഭരിച്ചപ്പോഴും ആ കേസുണ്ട്. കഴിഞ്ഞ 3 വർഷമായി സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്. ഇതെല്ലാം ഉണ്ടായിരുന്നപ്പോ പാർട്ടി അണികൾ PV ശ്രീനിജൻ ഒന്ന് വിചാരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ആ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് തന്നെ ആ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു പുനരധിവാസം അതേ നടക്കുള്ളൂ. കാരണം അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുത്തേ പറ്റൂ. സുപ്രീം കോടതി കർശനമായി പറഞ്ഞിരിക്കുന്നു, കീഴ്ക്കോടതികൾക്ക് ഉത്തരവ് കൊടുത്തിരിക്കുന്നു, ഇന്ന് തന്നെ ഒഴിപ്പിച്ചിട്ട് അവന്റെ ഉടമസ്ഥർക്ക് കൈമാറണം എന്ന് പറയുമ്പോൾ അത് നടപ്പിലാകുമെന്നറിയാം. അതുകൊണ്ട് തന്നെ ഒരു ദിവസം മുമ്പേ അവർക്ക് ഒരു പുനരധിവാസം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നീക്കാമായിരുന്നല്ലോ.
എന്നാൽ അതൊന്നും ചെയ്യാതെ അവരുടെ പ്രശ്നങ്ങളെ, ആ പാവപ്പെട്ട കുടുംബങ്ങളുടെ പ്രശ്നങ്ങളെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി വെച്ചുകൊണ്ട് അവരുടെ കൂടെ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 4 വോട്ടിന് വേണ്ടി അവരെ ചേർത്ത് നിർത്തി അവരുടെ ജീവിതം പടുകുഴിയിലേക്ക് തള്ളിയിടുകയാണോ CPM ചെയ്തിട്ടുള്ളത്? മലയിടം തുരുത്തിലെ പാവപ്പെട്ട കുടുംബങ്ങളെ വേണമെങ്കിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു വീട്ടിലേക്ക്, ഒരു വാടക വീട്ടിലേക്ക് അവർക്ക് മാറ്റിപ്പാർപ്പിക്കാമായിരുന്നല്ലോ. പിന്നീട് എന്തെല്ലാം പദ്ധതികളുണ്ട് അവർക്ക്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സഹായത്തോടെ സ്പോൺസർഷിപ്പിലൂടെ അവർക്ക് ഭവനം ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ex-MLA പാലക്കാട് അറിയാമല്ലോ, അദ്ദേഹം അവിടെ സ്മൈൽ എന്ന് പറഞ്ഞൊരു പദ്ധതിയിൽ അവിടുത്തെ വ്യവസായ പ്രമുഖർ, കച്ചവട പ്രമുഖരെ എന്ന് അവരുടെ CSR ഫണ്ട് എടുത്തുകൊണ്ട് വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 20 വീടുകളാണ് അവിടെ കൊടുക്കാമെന്ന് പ്ലാൻ ഇട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറെ അധികം വീടുകൾ കൊടുക്കുകയും ചെയ്തിരുന്നു. മുസ്ലിം ലീഗ് ബൈത്തുർ റഹ്മാൻ എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കി ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ CPM-ന് വേണമെങ്കിൽ ഒരു 6-7 കുടുംബങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ആ 6-7 കുടുംബങ്ങളെ പാർട്ടി മാത്രം വേണമെങ്കിൽ ദത്തെടുത്തുകൊണ്ട് എവിടെയെങ്കിലും ഒരു വാടക വീട് 1-2 അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ വാടക വീടുകൾ എടുത്തു കൊടുത്തുകൊണ്ട് തൽക്കാലം താമസിപ്പിച്ചിട്ട് സർക്കാരിന്റെ ഏതെങ്കിലും പദ്ധതിയിലോ, ഇനി അതല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും പദ്ധതിയിലോ, ഇനി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത പോലെ ഏതെങ്കിലും വ്യവസായ പ്രമുഖരെയോ ആരെങ്കിലും സമീപിച്ചിട്ട് അവർ CSR ഫണ്ടോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടോ എങ്ങനെയെങ്കിലും അവർക്കൊരു ഓരോ ചെറിയ കയറിക്കിടക്കാടം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നല്ലോ. എന്തേ അത് ചെയ്തില്ല? അതായിരുന്നല്ലോ വിവേകപൂർണമായിട്ടുള്ള ഒരു വഴി. സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ കഴിയുന്നവർ പുറത്തുണ്ട്, അവരെ കൊണ്ട് ചെയ്യിക്കായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ അതൊന്നും ചെയ്യിക്കാതെ ആ കുടുംബത്തെ ആശങ്കകളൊന്നും മാറ്റാതെ വഴിയാധാരമാക്കാൻ വേണ്ടിയിട്ടാണ് CPM ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് ആ കുടുംബത്തിന്റെ കഥയാണെങ്കിൽ അതുപോലെ 100 കണക്കിന് 1000 കുടുംബങ്ങളെ വഴിയാധാരമാക്കിയതിന്റെ ഫലമാണ് CPM ഒന്ന് പെരുവഴിയിൽ നിൽക്കുന്നത്. ആ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏതെങ്കിലും വിധത്തിൽ പരിഹരിക്കപ്പെട്ടാൽ തങ്ങൾക്ക് പിന്നെ രാഷ്ട്രീയമായി ചൂഷണം ചെയ്യാൻ മറ്റൊരു വിഷയമില്ല. അത്തരത്തിലൊരു വിഷയം, അതായത് ജനങ്ങൾ പ്രശ്നത്തിലും വിഷയത്തിലും സങ്കടത്തിലും ദുരിതത്തിലും പെടണം, അതിനെ ഒരു വിഷയമാക്കി അതിനെ വളമാക്കിക്കൊണ്ട് മാത്രമേ ഈ പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ. അതായത് പാവപ്പെട്ടവന്റെ കണ്ണീരും ദുരിതവും ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനുള്ള ഇന്ധനമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. അതാണ് അവരുടെ ശൈലി. അതുകൊണ്ടാണ് ഇന്നും കൃത്യമായിട്ടുള്ള ഒരു പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നതിന് പകരം ജനങ്ങളെ നിങ്ങൾ അവിടെ തന്നെ താമസിച്ചാൽ മതി, സുപ്രീം കോടതി അതൊക്കെ പറയും, VD സതീശൻ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ചെയ്യിക്കാം എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തുന്നത്. എന്താ ഇതിന്റെ ഫലം? എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്ക്. സമയമുണ്ടോ? ഇന്ന് ഇറക്കണമെന്നാണ് പറയുന്നത്. പോലീസിനോട് കോടതി പറഞ്ഞേക്കുന്നത് ആരാണ് ആഭ്യന്തരമന്ത്രി, ആരാണ് മുഖ്യമന്ത്രി എന്ന് നോക്കണ്ട, മര്യാദയ്ക്ക് അവരെ പിടിച്ചങ്ങോട്ട് ഇറക്കി അതിന് ഉടമസ്ഥന് സ്ഥലം കൊടുക്കുന്നതാണ്. അങ്ങനെ പോലീസ് അവരെ ആട്ടിയിറക്കാൻ ചെല്ലുമ്പോൾ CPM-യുടെ കൊടിയും പിടിച്ചുകൊണ്ട് കയറി നിൽക്കും, അതിന് ബലങ്കതടിയായി നിൽക്കും. ആ ജനങ്ങളെ നിങ്ങൾ ഇറങ്ങണ്ട, ഞങ്ങൾ ഉണ്ട് എന്ന് പറയും. ആ കോടതി അലക്ഷ്യ നടപടികൾ അല്ലെങ്കിൽ കോടതി ഉത്തരവിനെ എതിർത്തതിന്റെ പേരിൽ, അതിനെ തടസ്സപ്പെടുത്തിയതിന്റെ പേരിൽ ആ പാവങ്ങൾ ഇപ്പോ വീടും കൂടും എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ള അവരെ കോടതി അലക്ഷ്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ കോടതി നടപടികളെ തടസ്സപ്പെടുത്തിയതിന്റെ പേരിൽ പുതിയ കേസുകൾ ചാർജ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ വേണ്ടി മാത്രമേ ഈ പറഞ്ഞ CPM-ന്റെ നടപടികൾ ഉപകരിക്കൂ എന്ന പാവങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഈ സാധുക്കളെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ, അവരെ ഒഴിവാക്കല്ലാതെ വേറൊരു മാർഗമില്ല. സുപ്രീം കോടതിന്റെ ഫൈനൽ ഉത്തരവ് കഴിഞ്ഞു, നടപ്പിലാക്കാൻ കീഴ്ക്കോടതിയുടെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു, അതിന് പോലീസിന് കർശനമായിട്ടുള്ള താക്കീതും കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു പരിഹാരമില്ല. പരിഹാരം എന്ന് പറയുന്നത് അവരെ അവിടുന്ന് താമസത്തിന് മാറ്റുക, ഒരു വാടക വീട് എടുത്തു കൊടുക്കുക. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം അതിന് വിലങ്ങുതടിയാണ് നിൽക്കുകയാണ്. CPM-ന് അറിയാം, CPM-ന് വളരെ വ്യക്തമായിട്ട് അറിയാം കോടതി നിയമപ്രകാരമായ നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. CPM-ന് നേതൃത്വത്തിന് അറിയാഞ്ഞിട്ടാണോ? അവർ പൊട്ടന്മാരാണോ? അല്ലല്ലോ. സർക്കാരിന്റെയോ പാർട്ടിയുടെയോ സഹായത്തോടെ താൽക്കാലികമായിട്ട് ഒരു പരിഹാരം അവർ കണ്ടെത്താൻ ശ്രമിച്ചേ പറ്റൂ, അല്ലെങ്കിൽ സർക്കാരിനെ സഹായിക്കണം. കോടതി നടപടികളെ പരസ്യമായി വെല്ലുവിളിക്കാൻ ഒരു വിധത്തിലും ആ പാവങ്ങളോട് നിർബന്ധിക്കരുത്. അതിന്റെ ഭവിഷ്യത്തുകൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇതിന്റെ അന്തിമ ഫലം അനുഭവിക്കേണ്ടത് അവിടെ താമസിക്കുന്ന ആ സാധാരണക്കാരായ പാവങ്ങൾ. അവർക്ക് നിയമവും കാര്യങ്ങളൊന്നും അറിഞ്ഞോളുന്നില്ല. നിയമലംഘനത്തിന്റെ പേരിൽ ആ പാവം മനുഷ്യർ ജയിലിൽ അടയ്ക്കപ്പെടാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ CPM ഒരുക്കൊണ്ടിരിക്കുന്നത്. നേതാക്കൾ സുരക്ഷിതമായി മാറി നിൽക്കുകയാണ്. പാർട്ടിയുടെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഇരയാകുന്നവര് നിയമത്തിന്റെ വഴി അറിയാത്ത സാധാരണക്കാരാ. മലയിടം തുരുത്ത് സംഭവം തെളിയിക്കുന്നത് CPM എന്ന ഈ പ്രസ്ഥാനം, ഇവിടെ ജനകീയ പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാരും പാവപ്പെട്ടവർക്കൊപ്പമല്ല, മറിച്ച് അവരെ രാഷ്ട്രീയ ആയുധമാക്കുന്നവർക്കൊപ്പമാണ് എന്നാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പോലും അഹങ്കാരവും ജനവിരുദ്ധതയും കൈവിടാൻ പാർട്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. 2ാമത്തെ ദിവസം ഇങ്ങനെ, അതായത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന 2ാം ദിവസം അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാതെ സമരമുഖം തുറക്കുന്നത് അതുകൊണ്ടാണ്. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ അവരെ നിയമത്തിന് മുന്നിൽ ഇരകളാക്കി മാറ്റുന്ന ഈ കപട രാഷ്ട്രീയത ജനം തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. മലയാളം തുരത്തിൽ പാർട്ടി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കലല്ല. ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ ഭരണകൂടം തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പതനത്തിന്റെ ആഴം കൂട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി VD സതീശന് ഒപ്പം ചേർന്നുകൊണ്ട്, കാരണം 10 വർഷം ഇവിടെ ഭരിച്ചിരുന്നത് CPM ആണ്.
CPM ആയിരുന്നതുകൊണ്ട് അവരൊന്നും ചെയ്തില്ല, മനഃപൂർവ്വം ചെയ്തില്ല. ഒരു ഡെക്കറേഷനും വേണ്ട, അവരത് ചെയ്തില്ല, ചെയ്യാതിരുന്നത് തന്നെയാണ്. അതുകൊണ്ട് പുതിയ സർക്കാരിന് അതിനുവേണ്ട അവസരം കൊടുക്കുക. ഈ 7 പേരെ എന്തായാലും 10 വർഷം കഴിഞ്ഞ് അവിടെ രാഷ്ട്രീയ ആയുധമാക്കി ചട്ടുകമാക്കി കൊണ്ടു നടന്നു. ശ്രീനിജൻ, ദലിതുകൾക്ക് വേണ്ടി സദാപി വാദിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീനിജൻ അനങ്ങിയിട്ടില്ല അതിനെക്കുറിച്ച്. അതുകൊണ്ട് ശ്രീനിജൻ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടേണ്ടതില്ല. അവിടുത്തെ പ്രാദേശിക നേതാക്കളും എല്ലാവരും കൂടെ ചേർന്നിട്ട് താൽക്കാലികമായൊരു വീട് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം എടുത്ത് മാറ്റി കൊടുക്കുക, അതാണ് വേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ സർക്കാരും പ്രതിപക്ഷവും എല്ലാം കൂടെ ചേർന്നിട്ട് എവിടെയെങ്കിലും വീട് വെച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു സ്ഥലം കണ്ടെത്താനോ ഇനി സ്പോൺസർമാരെ കണ്ടെത്താനോ ഒക്കെ പിന്നീട് ശ്രമിക്കണം. അതിന് പകരം അവരെ ജയിലിൽ അടയ്ക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ബാക്കിയുള്ള ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവശേഷിപ്പിക്കുന്ന ഒരു പച്ചപ്പുണ്ട് CPM-നിടെ. അതും കൂടെ തല്ലിക്കെടുത്താൻ മാത്രമേ അത് ഉപകരിക്കുന്ന CPM നേതൃത്വം ഓർക്കുന്നത് നന്നായിരിക്കും. Different angles. Don't forget to subscribe and support this channel.